അർച്ചന, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇവിടെ സെറ്റിലായ ആളാണ്. ഞങ്ങൾ കൊല്ലം സ്വദേശമാണ്. പക്ഷെ അർച്ചന അങ്ങനെയല്ല. അർച്ചന വിവാഹത്തിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. നമ്മൾ രണ്ടുപേരുടെ ആ ഒരു സമയം വ്യത്യാസമുണ്ട്. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ തിരുവനന്തപുരത്താണ്. അപ്പോൾ ആറ്റുകാലിന് എനിക്ക് നേരത്തെ ആറ്റുകാൽ അമ്മയും ആറ്റുകാൽ അമ്പലമൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നിനക്ക് റീസെൻ്റ്ലിയാണ്. പക്ഷെ നമ്മളെല്ലാവരോടും നടന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അനുഭവം, ആറ്റുകാലമ്മ എന്താ തന്നിട്ടുള്ളത്, എന്തിനാണ് ആറ്റുകാലമ്മ ഇത്രയും സ്നേഹിക്കുന്നത്? നമുക്കും ഇല്ലേ എത്ര അനുഭവങ്ങൾ, ചുരുങ്ങിയ കാലമാണെങ്കിലും വലിയ കാലമാണെങ്കിലും. എന്തൊക്കെയാണ് അർച്ചനയുടെ ഒരു അനുഭവം ആറ്റുകാലമ്മയെ പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് തോന്നുന്നു 3 വർഷത്തോളമായി ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഈ പൊങ്കാല നടന്നിട്ടുള്ള 3 വർഷവും ആറ്റുകാലമ്മയെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. ഈ വർഷം അതിലേറെ കൺകുളിർക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടി. ഒരനുഭവം എന്ന് പറയാനായിട്ട് ഇപ്പം റീസെൻ്റായിട്ട് നമ്മൾ ഒരുപാട് ആറ്റുകാൽ സ്റ്റോറീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ആറ്റുകാൽ അമ്മയുടെ നടയിൽ സ്റ്റോറി ചെയ്യാൻ പോയി നിൽക്കുകയാണ്. ഭയങ്കര വിഷമിച്ച് നിൽക്കുന്നു. ഒരു സ്റ്റോറി പോലും കിട്ടുന്നില്ല, ആരെയും കാണുന്നില്ല, ചോദിക്കുന്നവരെല്ലാം പറ്റില്ല എന്നുള്ള ഒരു ഇത് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇരുന്ന അവസരത്തിൽ ആറ്റുകാൽ അമ്മയോട് പ്രാർത്ഥിച്ച്, അമ്മേ എനിക്കൊരു 3 സ്റ്റോറി വേണം, അതിനെന്തെങ്കിലും ഒരു അവസരം ഒപ്പിച്ച് തരണം, ഞാൻ വേണ്ടതുപോലെ കണ്ടോളാം എന്ന് പറഞ്ഞതും നോക്കിയപ്പോൾ പടപടാന്ന് 2 അമ്മമാര് നടന്നു വരുന്നു. നമുക്കത് ആറ്റുകാൽ അമ്മയാണെന്ന് തന്നെ വിശ്വസിക്കാം. അവർ വന്നു, അവരവരുടെ അനുഭവം പങ്കുവെച്ചു. അവർ കുഞ്ഞുനാൾ മുതലേ ആറ്റുകാൽ വരുന്നതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങോട്ട് നിൽക്കുമ്പോൾ വേറൊരു ചേട്ടൻ വന്നിട്ട് എൻ്റെ കഥ എടുക്കുവോ, എന്നെ ഒരു ഇന്റർവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ച് അടുത്തൊരു സ്റ്റോറിയായി. അത് കഴിഞ്ഞ് മുന്നേ കൂടെ ഒരു ചേട്ടൻ നടന്നു പോകുന്നു. ക്യാമറ ചേട്ടൻ്റെ കൂട്ടുകാരനാണ്. ചേട്ടന് വന്നിട്ട് നമ്മുടെ എക്സൈസിന്റെ ഒരു സ്റ്റോറി എടുക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു 3 സ്റ്റോറി നിമിഷ നേരം കൊണ്ട് 3 സ്റ്റോറി എടുക്കാൻ പറ്റി. അവിടുന്ന് അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ആറ്റുകാൽ അമ്മയോട് ആ ഒരു വിഷമം പറഞ്ഞപ്പം അമ്മ എനിക്ക് 3 സ്റ്റോറി തന്നതാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. ഞാൻ എങ്ങനെയാണെന്നറിയാമോ, ഞാൻ ഇതുപോലെ അമ്മയുടെ കൂടെയാണ് പണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നത്. അപ്പോൾ അമ്മയാണെങ്കിൽ പൊങ്കാല തിളച്ച് കഴിയുന്നത് വരെ ഒന്നും കഴിക്കത്തില്ല. എനിക്ക് അന്നും ഇങ്ങനെ തന്നെ വിശപ്പ് ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാൻ അമ്മയുടെ വഴക്കുണ്ടാകും, അമ്മ എനിക്ക് വയ്യ അത്രയും നേരം ഇരിക്കുക. ഇല്ല, പൊങ്കാലയ്ക്ക് വരണമെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നേ പറ്റൂ. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, അന്ന് ആ സമയത്ത് വരുമ്പോൾ ഒന്നും ഭക്ഷണം കൊടുക്കുന്നത് ഇത്രയും വ്യാപകമായിരുന്നില്ല. അപ്പോൾ അമ്മ രാവിലെ വീട്ടിലുണ്ടാക്കുന്ന ഇഡലി പൊതിഞ്ഞ് വയ്ക്കും. എനിക്ക് ഇഡലി കഴിക്കാൻ പറ്റുള്ളൂ ഉച്ചയ്ക്ക്, എനിക്ക് ചോറ് തന്നെ വേണം. അപ്പോൾ ഞാൻ പിണങ്ങി അമ്മയുടെ കൂടെ ഒരിക്കൽ വന്നു. സത്യം പറഞ്ഞാൽ ആ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ ആ ഇഡലി തുറന്നു വെച്ചു. അപ്പോഴും മനസ്സിൽ വിഷമമുണ്ടാ. പിന്നെ അമ്മ പറഞ്ഞാൽ ഇതല്ലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അപ്പുറത്തുനിന്നൊരു വിളി, കവിതേ ഒരു പൊതിച്ചോറ് ബാക്കിയുണ്ട്, വേണോ? സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ഭക്ഷണത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആറ്റുകാൽ അമ്മ തന്ന അനുഗ്രഹം. അന്ന് എനിക്കൊരു 13-14 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്കതായിരുന്നു അന്നത്തെ വലിയ അനുഗ്രഹം. പിന്നീട് എൻ്റെ കല്യാണം, അത് കഴിഞ്ഞ് എനിക്ക് മോളുണ്ടാകാൻ കുറച്ച് താമസിച്ചു. അവൾക്ക് വേണ്ടി ഞാൻ 101 കലം പൊങ്കാല ഇട്ടു. അതിനുശേഷം മോളുണ്ടായി. അവളുടെ ഓരോ ലൈഫിലെ ഓരോ കാര്യത്തിനും ഞാൻ അമ്മയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കും, കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ ഓരോ തുള്ളി കണ്ണീരിനും അമ്മ എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട്. അതാണ് ആറ്റുകാലമ്മ. ഞങ്ങളുടെ അനുഭവവും നിങ്ങളുമായി പങ്കുവെക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പങ്കുവെച്ചത്. നിങ്ങൾ ഈ നാട്ടുകാരുടെ എല്ലാ അനുഭവങ്ങളും ചോദിക്കാതെ നിങ്ങൾക്ക് അനുഭവങ്ങളില്ലേ എന്ന് കുറച്ച് പേർ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പങ്കുവെച്ചത്. ഇവിടെ ഒന്നും തീരുന്നില്ല ഞങ്ങളുടെ അനുഭവങ്ങൾ. അപ്പോൾ ഇന്നും ഇതുപോലെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ചെകഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ് ഈ നടയിലൂടെ, ഈ നിരത്തുകളിലൂടെ.